ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത് കൃപയും ശാന്തിയും സമാധാനവും ആയുരാരോഗ്യവും രോഗശാന്തി, ഈ ലോക ജീവിത നന്മകൾ, ഈശ്വരനെ അറിയാനുള്ള വഴികൾ എല്ലാം നമുക്കുണ്ടാകണം. എല്ലാ ഭക്തമക്കളെയും ഭഗവാൻ അർപ്പിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭഗവത്ഗീത മോക്ഷ സന്യാസ യോഗത്തിൻ്റെ അത് 18-ാം അധ്യായത്തിൻ്റെ നമ്മൾ 40-ാമത്തെ ശ്ലോകം വരെ വായിച്ചു. അതായത് 37, 38, 39, 40. ഇതിൽ സത്വഗുണക്കാരൻ്റെ സുഖം എങ്ങനെയാണെന്ന് മനസ്സിലാക്കി. രജോ ഗുണക്കാരൻ എന്ത് സുഖമാ, താമസക്കാരൻ എന്ത് സുഖമാ. അപ്പം 3 ഗുണങ്ങളല്ലാത്ത ഒരു ഗുണങ്ങൾ സ്വർഗത്തിലും ഇല്ല, ഭൂമിയിലില്ല. എല്ലാ ജീവജാലങ്ങളും ഈ ത്രിഗുണങ്ങളോട് 3 ഗുണങ്ങളേ ഉള്ളു. അപ്പം അതിൽ സത്വഗുണക്കാരൻ എന്താ നമ്മൾ മനസ്സിലാക്കിയത്? ആദ്യം വിഷം പോലെയും ഒടുക്ക അമൃത് പോലെയും. എന്താ വിഷം? നമുക്ക് ആദ്യം ദുഃഖ ദുരിതമൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതം. നമുക്ക് കല്ലും മുള്ളും നിറഞ്ഞ ജീവിതം തന്നെയാണ്. അപ്പോൾ എന്ത് വന്നാലും സത്വഗുണക്കാരൻ എന്ത് വിടത്തില്ല, എന്ത് വന്നാലും ഭഗവാനെ വിടത്തില്ല. നല്ല ആരാധനയിൽ കൂടിയും അത്രമാത്രം ധ്യാനത്തിൽ കൂടിയും കർമ്മത്തിൽ നല്ല ശുദ്ധിയോടുകൂടിയും ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവാൻ അർപ്പിച്ചും ചെയ്ത് വരുമ്പോൾ ആ ആദ്യ പടിയെല്ലാം എന്താണ്? വിഷം പോലെ തോന്നും. ഒരുപാട് നമുക്കുള്ള ഒരു കുറ്റം ഇല്ലെങ്കിൽ പോലും ഒരു സത്വഗുണക്കാരനെ മറ്റുള്ളവരുടെ എന്തെങ്കിലും വിഷമങ്ങൾ നമ്മളിലേക്ക് അടിച്ച് ഏൽപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇതൊക്കെ ക്ഷമിച്ചും സഹിച്ചും അങ്ങനെ ഭഗവാനുള്ള ചിന്തയിൽ നിന്ന് വിടാതെ വന്നാൽ ഒടുക്കം അമൃത് കഴിക്കാം. ആ വയ്യാത്ത കാലം വരുമ്പോൾ, ഇതിനാണ് പറയുന്നത് ആപത്ത് കാലത്ത് നമുക്ക് എന്ത് വേണം? സന്തോഷമായിട്ട് ആനന്ദമായിട്ടിരിക്കണമെങ്കിൽ ആ സമ്പത്ത് കാലത്ത് നമ്മൾ നന്നായി പ്രയത്നിക്കണം. എങ്ങനെ ആനന്ദം അനുഭവിക്കണമെങ്കിൽ ഭഗവാനെ അറിയണം, രുചിച്ചറിയണം. ആനന്ദം അനുഭവിക്കാനുള്ള രീതി നമുക്കന്ന് അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ ഈ വഴിയാണ് ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു സത്വഗുണക്കാരൻ ചെയ്തു പോകും. അനീതി കാണിക്കത്തില്ല, അധർമ്മം കാണിക്കത്തില്ല, സൽക്കർമ്മങ്ങളെ ദുഷ്കർമ്മം ചെയ്യില്ല. കാരണം അന്യന് ഉപദ്രവം തട്ടാതെ നമ്മുടെ കർമ്മം ചെയ്യണമെന്നുള്ള ഒറ്റ ചിന്തയും ഭഗവാൻ കൃത്യനിഷ്ഠയോടുകൂടിയും ഭക്തിയോടുകൂടിയും ഇതൊക്കെ പഠിച്ചും ജ്ഞാനം കിട്ടിയും ഈശ്വരങ്ങളിലേക്ക് സമർപ്പിച്ചും കൊണ്ട് തന്നെ നടന്നു പോകുന്നൊരു വ്യക്തിക്ക് അതെല്ലാം കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴെല്ലാം നമുക്ക് ദുഃഖമോ ഒക്കെ ആവാം. പക്ഷെ ഇതൊക്കെ നിഷ്പ്രയാസം മനസ്സിൽ ഈശ്വരനുള്ള പിടിവിടാതെ ഇരുന്ന് പോകുന്ന ഒരു വ്യക്തിക്ക് ഒടുക്കം ആനന്ദം, അമൃത്. അതാണ് സത്വഗുണക്കാരൻ്റെ സന്തോഷം, സുഖം. അപ്പോൾ മനസ്സിലാക്കണം. രജോ ഗുണക്കാരനാണെങ്കിലോ വന്ന വാക്കിന് കിട്ടിയത് പോരാ, അടിച്ച് തകർത്ത് ജീവിച്ച് നന്മ എന്താ തിന്മ എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടാത്തത് എന്താ ഇതൊന്നും തിരിച്ചറിയാതെ സുഖിച്ച് അമൃതായിട്ടങ്ങ് ജീവിക്കും. വന്ന വാക്കിനങ്ങ് ജീവിച്ചു പോകും. ഒടുക്കം മരണകാലത്ത് വയസ്സാകുമ്പോൾ എന്താ? അവസാനം വിഷമായിട്ട് മാറും. ആദ്യം അടിച്ച് പൊളിച്ച് നിന്നിട്ട് അവർ ചോദിക്കും, അങ്ങതിക്കാരും ഇങ്ങതിക്കാരൊക്കെ നല്ലതായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ, അവർ ദൈവത്തെ അറിയുന്നില്ല, അവർ പ്രാർത്ഥിക്കുന്നില്ല, ഒന്നുമില്ലല്ലോ, അവർക്കെന്താ പിന്നെ ഇതൊന്നും ദോഷം തട്ടാത്തേ? അതെന്തെന്ന് വെച്ചാൽ അവർക്ക് ചിലപ്പോൾ നല്ല ദശയായിരിക്കും. ഇനി എത്ര ദുഷ്കർമ്മം ചെയ്തിട്ട് വന്നാലും നല്ല ദശാകാലം നല്ലതാണെങ്കിൽ നമുക്ക് ഒരു ദോഷവും വരത്തില്ല. അടുത്ത നല്ല കാലം അല്ലാത്ത സമയം വരുമ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചു മറിയും. അത് എനിക്കറിയാമെന്ന് വെച്ചാൽ ഞാനിത് ഇത്രയും വർഷം കൊണ്ട് അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓരോരുത്തരെയും കണ്ടും കേട്ടും ഞാൻ പഠിച്ചു, ജീവിതം നന്നായി മനസ്സിലാക്കി. പലരുടെയും കഥകൾ എനിക്കറിയാം. അവർ ആദ്യകാലത്ത് ഇതുപോലെ കിട്ടുന്നതും ധാരാളിച്ച് ആർക്ക് എന്ത് വന്നാൽ എന്താ, എനിക്ക് സുഖിക്കണം എന്നുള്ള രീതിയിൽ തകർത്ത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ദ്രോഹങ്ങളൊക്കെ ചെയ്തും അങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന രജോ ഗുണക്കാർക്ക് ആ കാലഘട്ടത്തിൽ അത് നമുക്ക് തോന്നുന്ന സുഖമാണെന്ന്. എന്താ ഈ ലോക സുഖം? പക്ഷെ ഇതെല്ലാം കൂടെ കണക്ക് പറയുന്നത് ഒടുക്കല. അവസാനം ആ അമൃതൊന്നും അല്ല. അവസാനം ആദ്യം അനുഭവിച്ച ലോക സൗകര്യങ്ങളായിട്ട് കിടന്ന സുഖം ഒടുക്ക എന്തുവരും? അത്രയ്ക്ക് ദുഃഖ ദുരിതത്തിട്ടടുത്ത് കഷ്ടത എണ്ണ എന്ന് പറയില്ലേ, അത് തന്നെയാണ്. അതാണ് അവസാനം വിഷം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കർമ്മത്തിനും ഒക്കെ നല്ല സൽക്കർമ്മങ്ങളും ഈശ്വരനെ ആരാധിച്ചും എന്ത് വിഷമം വന്നാലും ഭഗവാനെ കൈവിടാതെ, എത്രമാത്രം സുഖം വന്നാലും ഭഗവാനെ നാളെയും ഇത് വേണം, നീളെ നിൽക്കണമേ എന്ന് വേണം എന്ത് ചെയ്യണം? നല്ല കർമ്മങ്ങൾ ചെയ്യണം, സൽക്കർമ്മങ്ങൾ ചെയ്യണം. ദുഷ്ടത്തരങ്ങളൊന്നും പാടില്ല. മനസ്സാ വാച കർമ്മണം എപ്പോഴും സത്വഗുണക്കാരനെ എന്താണ്? ഈശ്വരനെ വിടാതെ ഈശ്വരന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങളെ ചെയ്യാവൂ. മറ്റുള്ളവർക്ക് ഉപദ്രവം വന്നുകൂടാ. നമ്മളെ കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവരുടെ ഉപദ്രവം ആയിക്കൂടാ ഒരു ജീവജാലത്തിന് പോലും.
അപ്പം അങ്ങനെയൊക്കെ വരുന്നവർക്കാണ് അവസാനം അമൃത്. രജോ ഗുണക്കാരൻ നേരെ തിരിച്ചാണ്. ആദ്യമേ ആര് എന്ത് എങ്ങനെ ആയിക്കോട്ടെ, എനിക്ക് എൻ്റേതായ എൻ്റെ കൊക്കണവും അത് എൻ്റെ വീടും എൻ്റെ ഭാര്യയും ഞാനും ഞങ്ങൾ സുഖിച്ച് തന്നെ ജീവിക്കും. ദൈവത്തെയും അറിയില്ല, ഒന്നും അറിയില്ല. അതുകൊണ്ട് എന്ത് വരും? സഹജീവികളോടോ ജീവജാലങ്ങളോടോ സ്നേഹ കരുണയുണ്ടോ? ഒന്നുമില്ല. എല്ലാം ഈശ്വരൻ്റെ മക്കൾ ചിന്തയുണ്ടോ? ഇല്ല. എനിക്കും എൻ്റെ ജീവിതവും എൻ്റെ കുടുംബവും. അവർക്കാണ്, അങ്ങനെ ഉള്ളവർക്കാണ് ഒടുവിൽ എന്താ പറയുക, വിഷമായി മാറുന്നത്. തമോ ഗുണക്കാരൻ നമ്മൾ എന്ത് വായിച്ചു പഠിച്ചു? ആദ്യ തൊട്ടേ തുടർന്ന് അവസാനം വരെ ലക്ക് ലകാലാണ് മന്ദത പിടിച്ച് ആലസ്യപ്പെട്ട് അത്രമാത്രം ദുഃഖ ദുരിതത്തിൽപ്പെട്ട്, എന്താ ആലസ്യം, മയക്കുമരുന്ന്, മദ്യവും, വിവരമില്ല അന്ധകാരത്തിൽപ്പെട്ട് ഉടന്നിങ്ങനെ നരകം തന്നെയാണ്. ജനിക്കുന്ന നാളോട്ടെ നരകം തന്നെയാണ്. അത് വിവരമില്ല, വെളിച്ചം കിട്ടത്തില്ല, അന്ധകൂപത്തിൽ. അതാ അത്രമാത്രം കുറ്റാക്കുറ്റി ഇരുട്ടാകുന്ന കിണറ്റിൽ വീണാൽ ആരും കാണുമോ കരകയറ്റാൻ? അതി കിടന്ന് ഇഷാറ എണ്ണത്തല്ലേ ഉള്ളൂ. വല്ല വിശപ്പിന് ആഹാരം കിട്ടൂ. അതായത് മദ്യപിച്ച് ഓടെ കിടന്ന ആ പുഴു പിടിച്ച വെള്ളം, ആ തീട്ട വെള്ളവും കുടിച്ചല്ലേ കിടക്കുക. അതാണ് നരകം. അപ്പം മനസ്സിലാക്കണം, കർമ്മവാസന, കഴിഞ്ഞ ജന്മം ചെയ്ത കർമ്മവാസന കൊണ്ടാണെന്ന് അറിവുള്ളവർക്കറിയാം. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഭഗവാൻ തന്ന ഉപദേശങ്ങളെല്ലാം നമ്മൾ പഠിക്കണം. പഠിച്ചു വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അത് പഠിക്കാത്തവർക്കാണ് അയ്യോ അവർക്കും സുഖമാണല്ലേ ഇത്രയൊക്കെ ചെയ്തിട്ട് എന്താ. ഇതാ ഞാൻ പറയുന്നത്, നല്ല ദശയാണോ, നല്ല സമയം. കാരണം ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. നല്ല ശുക്രദശ, ഇങ്ങനെ വ്യാഴദശ, അതൊക്കെ നല്ല സ്ഥാനത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ ആര് അടിച്ച് വെട്ടിയാലും അവൻ ചാവത്തില്ല. കർമ്മദോഷം ഇരിക്കും, പക്ഷേ അവന് കർമ്മം എന്നാ പിടിവിടുന്നത്? ചള്ള് സമയം വരും. ഈ കേതു അല്ലെങ്കിൽ എന്താ പറയുക, കേതുവൊക്കെ 7 വർഷമേ. അത് എന്താ ഏത് കൂടാതെ എന്തെങ്കിലുമൊക്കെ അനർത്ഥം ഉണ്ടാവുന്നുള്ളൂ. പക്ഷേ രാഹുറൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആണെന്ന് മനസ്സിലാക്കി എല്ലായ്പ്പോഴും ഭഗവാനെ സമർപ്പിച്ചും ഭഗവാനെ പ്രാർത്ഥിച്ചും സൽക്കർമ്മങ്ങൾ ചെയ്തും ഈശ്വരനെ ആരാധിച്ചും ഇതോ ആയിക്കോട്ടെ നമ്മൾ അങ്ങനെ ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഒടുക്കം അമൃതം ഉണ്ണാൻ പറ്റൂ, ആനന്ദം അനുഭവിക്കാൻ പറ്റൂ. അപ്പോൾ ഈ തമോ ഗുണക്കാരൻ ഇങ്ങനെ നരകത്തിൽ കിടക്കും. ജനിച്ച് വരുമ്പോഴേ നരകം, മരിച്ച ശരീരം വിട്ടാലോ അന്നും നരകത്തില്ല. രാജസക്കാരനോ ഒടുക്കം വിഷമായി മാറും. ഒരുത്തരെ കൊണ്ട് നടക്കത്തില്ല രക്ഷപ്പെടുത്താൻ, അതുപോലെ ആയിപ്പോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് സത്വം ആ സുഖം തന്നെയാണ് അമൃത്. അത് നമുക്ക് ഒടുക്കം ആ ചെറുപ്പകാലത്ത് നമുക്ക് എങ്ങനെയും നിന്ന് പഴയ്ക്കാം. ഒടുക്കം നമുക്ക് അമൃത് കിട്ടണം മക്കളെ. ഇല്ലെങ്കിൽ നമുക്ക് താങ്ങാനോ കാണാനോ ആരെ കൊണ്ടും പറ്റാത്തൊരവസ്ഥ വന്നു പോകും. അപ്പം നമുക്ക് സഹി കിട്ടാൻ നമുക്ക് ആരോട് പറയാനാ? ഈശ്വരനോട് പറയാൻ പറ്റൂ. ഈശ്വരനെ അറിഞ്ഞു വരുന്നെങ്കിലല്ലേ ഈശ്വരനോട് പറയാൻ പറ്റൂ, ഭഗവാനെ വിളിക്കാൻ പറ്റൂ. നമ്മൾ ജന്മനാ തന്നെ ഈശ്വരാനുഗ്രഹത്തിൽ കൂടി വളരുകയാണെങ്കിൽ എല്ലാം ഒരു നീതിമാനായും ഒരു സൽക്രമം ചെയ്തും എല്ലാവർക്കും നന്മ മാത്രം മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചും കൊടുത്തും അങ്ങനെയൊക്കെ ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ അവസാനം അമൃത് കിട്ടൂ. അല്ലെങ്കിൽ നമുക്ക് ആരാലും സാധ്യമല്ല. നമ്മുടെ ഒരു വിഷമം ഒന്ന് മാറ്റി ആരെടുക്കും? നമ്മൾ തന്നെ അനുഭവിച്ചേ പറ്റൂ. ഈശ്വരാന്ന് വിളിക്കാൻ നമുക്ക് അർഹതയില്ല. കാരണം ന്യായമില്ല. നമ്മൾ അന്യായം പ്രവർത്തിച്ച് കടന്നുപോയി. നല്ല സമയത്ത് ഈശ്വരനെ അറിഞ്ഞില്ല. പിന്നെ ഒടുക്കം വിളിച്ചാൽ നമുക്ക് വിളിക്കാൻ പറ്റത്തില്ലല്ലോ, അതേ അവസ്ഥയായി പോകും. അതുകൊണ്ട് ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത്. നമുക്കിനി എന്താ അത് ഈ പ്രകൃതിയിൽ നിന്നുമുണ്ടായ ഈ 3 ഗുണങ്ങൾ ഒഴിച്ച് ഒരു ജീവജാലവും ഭൂമിയിലും സ്വർഗത്തിലും എവിടെയുമില്ല. അപ്പോൾ ആർക്കായാലും സ്വർഗത്തിലെ ദേവന്മാർക്ക് പോലും ഈ 3 സ്വഭാവമാണ്, ത്രിഗുണങ്ങൾ. അത് സത്വത്തിൻ്റെ സുഖം, രാജസത്തിൻ്റെ സുഖം, താമസത്തിൻ്റെ, ഇതെല്ലാം സ്വർഗത്തിലും ഈ ഭൂമിയിലും ആർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളതാണ്. വേറെ അല്ലാതെ ഒരു ഗുണവും ഇവിടെ ആർക്കും ഇല്ല. നമുക്ക് 41ാമത്തെ ശ്ലോകം, ഇന്ന് അതാണ് വായിക്കാനുള്ളത്. നമുക്കത് മനസ്സിലാക്കാം. എല്ലാവർക്കും നമുക്ക് എന്താ ഞാൻ പറഞ്ഞായിരുന്നോ? കറണ്ട് പോയപ്പോൾ ഞാൻ മറന്നുപോയി. ആദ്യം ഒന്ന് എടുത്തതാണ്, എന്നിട്ട് കറണ്ട് പോയപ്പോൾ ഞാൻ കട്ടാക്കി. ഒത്തിരി നേരം കഴിഞ്ഞിട്ട് അവനെ വന്നത്. അപ്പോൾ എല്ലാ മക്കൾക്കും ഈ മനസ്സിലായത് 18ാമത്തെ ഞാൻ അത് പറഞ്ഞായിരുന്നു ഓർക്കുന്നത്. കാരണം ആദ്യം ഞാൻ പറഞ്ഞിട്ടാണ് കട്ടാക്കിയത്. ഇത് മോക്ഷ സന്യാസ യോഗത്തിൻ്റെ 18ാമത്തെ അധ്യായത്തിൻ്റെ 40 വരെയാണ് നമ്മൾ ചൊല്ലി തീർത്തത്. ഇന്ന് നമുക്ക് 41ാമത്തെ ശ്ലോകം. ബ്രാഹ്മണ ക്ഷത്രിയ വൈശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർഗുണൈ. അതായത് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര, ഈ 4 രീതി.
അർജുന, നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാനാ. അർജുനനും ഇപ്പോൾ ഇവിടെ ഇല്ല, നമ്മളാ ഇപ്പോൾ അർജുനന്മാര്. ഭഗവാൻ പരമാത്മാവായ ജഗദീശ്വരൻ കൃഷ്ണനായി വന്ന് അർജുനടുത്ത ഉപദേശം നമുക്ക് തരാൻ വേണ്ടി തന്നെയാ. ഇനിയും ഇനി വരുന്ന തലമുറകൾ ഇങ്ങനെ ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ കൊടുക്കണം. അല്ല നമുക്ക് പിന്നെ എങ്ങനെയാ? ഇതെല്ലാം വീട്ടിലും ഭഗവത്ഗീത മേടിക്കുക, ഇത് വായിക്കുക, ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. നമ്മൾ ഒരു നേരത്തെ ആഹാരം കുട്ടിക്ക് കൊടുക്കുമ്പോൾ ഒരു നേരത്തെ ആത്മീയം അവർക്ക് കൊടുക്കണം മക്കളെ, അല്ലെങ്കിൽ നീളം നിൽക്കത്തില്ല ഒന്നും. ഈശ്വരനെ അറിഞ്ഞു പോകാതെ ഒരു രക്ഷയില്ല. അതുകൊണ്ട് പറയുന്നതാ. ഞാൻ എന്ത് പറയാനാ? എനിക്ക് പറഞ്ഞു തരാനല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ അർജുന, 4 തരത്തിൽ മനുഷ്യൻ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രർ. അവരുടെ കർമ്മങ്ങളും ഗുണഭേദാനുസരണം വേർതിരിച്ചിരിക്കുന്നു. ഇവിടേക്കൊക്കെ 4 പേർക്ക് കർമ്മങ്ങളും മാറ്റി മാറ്റി വെച്ചേക്കാം. ഒരാൾക്ക് ഒരു കർമ്മമെങ്കിൽ മറ്റൊരാൾക്ക് വേറൊരു കർമ്മം. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് എല്ലാ കർമ്മവും എല്ലാവർക്കും ഇപ്പം ഈ ലോകത്തുള്ള എന്ത് കൃഷിയായാലും കച്ചവടമായാലും അല്ലെങ്കിൽ പിന്നെ എന്ത് കൃഷിയായാലും അല്ലെങ്കിൽ പൂജകൾ, ബ്രാഹ്മണർ ചെയ്യുന്ന പൂജകളായാലും എല്ലാ ആൾക്കാരും പഠിക്കുന്നുണ്ട്. ഇന്ന ജാതി എന്നൊന്നുമില്ല. വർണ്ണം അത് ബ്രാഹ്മണർക്ക് മാത്രമെന്നുള്ള അല്ല. ഇപ്പം എല്ലാവർക്കും എല്ലാം ആകാം വേണമെങ്കിൽ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അന്നിപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? 4 വർണ്ണക്കാർക്ക് 4 രീതിയിലാണെന്ന് ഭഗവാൻ പറഞ്ഞു. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 42-ാമത്തെ ശ്ലോകം. ശമോ ദമസ്തപ ശൗചം ശാന്തിരാർജവം ഏവച ജ്ഞാനം വിജ്ഞാന ആസ്തിക്യം ബ്രഹ്മകർമ്മ സ്വഭാവജം. അപ്പോൾ ബ്രാഹ്മണരുടെ കർമ്മം, ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര. അപ്പോൾ ബ്രാഹ്മണരാണ് ആദ്യത്തെ. അവർക്കുള്ള കർമ്മത്തിന് എന്താ പറഞ്ഞേക്കുന്നത്? ശാമോ ദമ തപ ശൗചം ശാന്തി ആർജവം ജ്ഞാനം വിജ്ഞാനം ആസ്തിക്യം. ഇതൊക്കെയാണ് അവരുടെ കർമ്മങ്ങൾ. അതായത് അവർക്കുള്ള സ്വഭാവം, ബ്രാഹ്മണ സ്വഭാവം, അവരുടെ കർമ്മം. ശമം എന്ന് പറഞ്ഞാൽ അവർക്കാണ് മനഃശാന്തി. അവർക്ക് എന്താ മനഃശാന്തി ഉണ്ടാകുന്നത്? അവരുടെ കർമ്മം അങ്ങനത്തെയാണ്. എപ്പോഴും ഈശ്വരാരാധനയാണ് അവർക്ക്, പൂജകളാണ് അവർക്ക്. അതൊരു പ്രത്യേകത തന്നെയാണ്. അതുകൊണ്ടല്ലേ നമ്മളത് മനസ്സിലാക്കി നമ്മൾ അങ്ങോട്ട് തുടങ്ങ്. ഈ സമാധാന ശാന്തി നമുക്കുണ്ടാകും. നമുക്ക് കോൾമേർക്കുള്ളത് കേൾക്കുമ്പോൾ തന്നെ, അത് പറയുമ്പോൾ തന്നെ നമുക്ക് ആനന്ദമുണ്ടാകും. എന്താ കാരണം? നമ്മുടെ ഹൃദയം അങ്ങനെ പരമാത്മ ലയിച്ച് അമൃതായി ഇരിക്കുക. അപ്പോൾ നമുക്കും അങ്ങനെ ആ രംഗം നമ്മളാകുന്നില്ലേ? നമ്മളെ ഇവരെ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചില്ല നമ്മൾ അനുഭവിക്കാതിരിക്കുകയാണോ? പക്ഷേ ആകണം. അവർ ചെയ്യുന്ന കർമ്മം നമുക്ക് പൂജകൾ അറിയത്തില്ലെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെ മതി പൂജയായിട്ട്. അപ്പോൾ ബ്രാഹ്മണർക്ക് മാത്രമല്ല സർവേർക്കും വേണമെങ്കിൽ ചെയ്യാം. ബ്രാഹ്മണർക്ക് മനഃശാന്തി, പിന്നെ ഇന്ദ്രിയ നിഗ്രഹം, ഇന്ദ്രിയങ്ങളെ അടക്കുക, അതായത് ദമം. അപ്പോൾ ഇന്ദ്രിയങ്ങളെ അടക്കാൻ അവർക്ക് എന്താ പറ്റുന്നത്? ഭഗവാനോട് ഭക്തി സ്നേഹം ഉള്ളതുകൊണ്ടാണ്. നമുക്ക് തിന്നണം കുടിക്കണം എന്നുള്ള അതേ ഉള്ളൂ ഈ ലോക ജീവിതം. നമുക്ക് ഈശ്വരനെ അറിയണ്ട, ഇവിടെ എന്താണ് ഈ ലോകത്തിൽ എന്താ ഉള്ള അത് ആർത്തി പിടിച്ച് ഉണ്ടാക്കുന്ന. പിന്നെ നമുക്ക് എങ്ങനെ ഇന്ദ്രിയങ്ങളെ വധിക്കാൻ പറ്റും? നമ്മൾ ഈ ലോകത്തിൻ്റെ പുറകെ ഓടുവല്ലയോ? മനസ്സും ഇന്ദ്രിയം കൂടെ കാണാനും കേൾക്കേണ്ടാത്ത കേൾക്കാനും വേണ്ടി മനസ്സും കൂടെ ചേർന്ന് ഓടുവല്ലേ? പിന്നെ എങ്ങനെ ഈ നന്മ കൊണ്ട് നമുക്ക് നിറയ്ക്കാൻ പറ്റും? നമുക്ക് എങ്ങനെ ഈശ്വരനെ അറിഞ്ഞ് സമാധാന ശാന്തിയും കിട്ടും? ഇന്ദ്രിയങ്ങളെ അടക്കാത്തവരൊക്കെ കിട്ടൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രാഹ്മണർക്ക് അത് കിട്ടുന്നത്? അവരേത് സമയവും ഭഗവാന്റെ വേല ചെയ്യുക, ഭഗവാൻ എന്നുള്ള ചിന്ത അവിടെ ഉള്ളത്തിലിങ്ങനെ ഇരിക്കുക. ഏത് സമയത്തും അത് തന്നെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കും അങ്ങനെ ആയിക്കൂടെ? നമുക്ക് സമാധാനം കിട്ടത്തില്ലേ? പിന്നെയോ ശൗചം, അത്രയ്ക്ക് വൃത്തിയാണ്. ഹൃദയശുദ്ധിയും അതായത് മനഃശുദ്ധിയും ദേഹശുദ്ധിയും നമ്മുടെ പരിസരശുദ്ധിയും എല്ലാം കൊണ്ടും അതാണ് ബ്രാഹ്മണൻ. നമുക്കും അങ്ങനെ ആയിക്കൂടെ? നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യണം, ദുഷ്കർമ്മത്തിൽ പോകരുത്. മനസ്സാ വാച കർമ്മണ നമുക്ക് എപ്പോഴും പരമാത്മാവിന് എന്താണ് ഈശ്വരകർമ്മങ്ങൾ എന്താണ്? അന്യൻ ഉപദ്രവം തട്ടാതെ നമ്മുടെ കർമ്മം ചെയ്യണം. അപ്പോൾ എല്ലാം അതിലടങ്ങി. അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ജോലികളെല്ലാം സൽക്രമമായി മാറും. നമുക്ക് അടുക്കളപ്പണിയാണോ നമുക്കത് പൂജയാക്കി മാറ്റാം. നമുക്ക് കിളയിലാണോ അത് പൂജയാക്കാം. അതിൽ തന്നെ ഒരു ഫലം ആഗ്രഹിക്കാതെ ഒരു കിളയക്കാരന് വേണമെങ്കിൽ ആ കിളയ്ക്കുന്ന സമയത്ത് അത് പൂജയാക്കാം. ഭഗവാനുള്ള ചിന്ത, ഇത് ഭഗവാനാണ് കിളയ്ക്കുന്നത്, ഇത് ഈ മണ്ണ് മുറിച്ച് ചെയ്യുമ്പോൾ അത് ഇന്നത് ചെയ്യുമ്പോൾ എനിക്കതിൻ്റെ ആദായം കിട്ടും. അങ്ങനെ ആഗ്രഹമില്ലാതെ അതിൻ്റെ ഫലം ആഗ്രഹിക്കാതെ കർമ്മം അത് ഭഗവാൻ ചെയ്യുന്നു. അത് പുഷ്പം അർച്ചിക്കുന്നത് പോലെ തന്നെയാണ്. ഭൂമിയിലേക്ക് ഒരു കുന്താലിയെ കൊണ്ട് താക്കുമ്പോൾ അത് ഭഗവാന് അർച്ചനയാണെന്ന് കരുതൂ, മനസ്സുകൊണ്ട് ചിന്തിക്കൂ. അത് തന്നെയാണ് പൂജ. അപ്പോൾ എന്തിനെങ്കിലും മാറ്റി നിർത്തണോ? അപ്പോൾ എല്ലാവർക്കും ബ്രാഹ്മണരായിക്കൂടി?
ഏത് കർമ്മത്തിൽ കൂടി നമുക്ക് ബ്രാഹ്മണനാവാം. അതുകൊണ്ട് അവർ പ്രത്യേകം പുഷ്പങ്ങൾ അർച്ചിച്ചും ഈശ്വരൻ്റെ മന്ത്രജപങ്ങളിട്ടും അങ്ങനെ ഭഗവാന്റെ വേലകൾ ദാസനാണ് ബ്രാഹ്മണൻ. ഭഗവാന്റെ വേല ചെയ്യാണ്. ആർക്ക് വേണ്ടി? അവൻ്റെ ഹൃദയം മനഃശുദ്ധി ഉണ്ടാകാൻ, സമാധാനം ഉണ്ടാകാൻ. അപ്പം നമ്മൾ തന്നെ നമുക്ക് സമാധാനം ഉണ്ടാകാൻ നമ്മുടെ കർമ്മശുദ്ധയാണ്. അതാണ് ഹൃദയശുദ്ധി. അത് നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, അല്ല ഈശ്വരനൊന്നും വേണ്ട. അപ്പം നമ്മൾ അത്രത്തോളം ഭക്തിയോട് ചെയ്യുന്നതിനാ നമ്മൾ ശുദ്ധമാവാനാ. നമ്മുടെ മനസ്സിന് വൃത്തി ചിത്തവൃത്തി, അത് നമ്മുടെ മനസ്സ് ശുദ്ധമാകാനാണ് നമ്മൾ കർമ്മങ്ങളും പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത്. നമ്മൾ അതുകൊണ്ടാണ് എപ്പോഴും ഭഗവാനെ ആരാധിക്കണം എന്ന് പറയാം. നമുക്ക് അങ്ങേയറ്റം വയസ്സ് അത്രയും എത്തുന്നത് വരെ നമുക്ക് ആരാധിച്ച് സ്തുതിച്ച് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കണം. അങ്ങനെ ശുദ്ധമാക്കുമ്പോഴാണ് നമുക്ക് ഈ നമുക്ക് എന്ത് ഉണ്ണാം? അമൃതുണ്ണാം. അവളോട് ബ്രാഹ്മണർ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്കും വേണം നമ്മൾ ചിന്തിക്കണം. പണ്ടായിരുന്നു ഇത്, ഇപ്പം അതൊന്നും അല്ല, എല്ലാവർക്കും ആവശ്യമാണ്. അതുകൊണ്ട് ഒരു ബ്രാഹ്മണന്റെ സ്വഭാവം ശാമ, ദമ, ശൗചം, വിജ്ഞാനം, ആസ്തിക്യം, അത് ദൈവവിശ്വാസം, ആസ്തിക്യം. വിജ്ഞാനം വെച്ചാൽ ഇത് വായിച്ചുള്ള അറിവല്ല, നമ്മളത് ഉൾക്കൊണ്ട് നമ്മളതായി തീരുകയാണ്. അത് നമ്മളത് എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുന്ന വിജ്ഞാനം. ഇപ്പം ആസ്തിക്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വായിച്ച് പൂജിച്ച് എന്തോ ചെയ്തെന്ന് വെച്ചാൽ പോരാ, അത് നമ്മുടെ ഹൃദയത്തിൽ പതിയണം. ഒരു പൂജ ചെയ്യുമ്പോൾ ഭഗവാൻ പരമാത്മാവ് നാം തന്നെയാണെന്ന് അറിവ് വരുന്നവർ നമ്മളൊരു വിഗ്രഹത്തിലായിരിക്കും ചെയ്യുന്നത്. എന്നിൽ തന്നെ ഞാൻ കണ്ടെത്തുന്നത് വരെ നമുക്കൊരു വിഗ്രഹാരാധന വേണം. അതൊക്കെ LKG UKGക്കാരുടെ പഠിത്തങ്ങളാണ്. എന്താ നമുക്ക് നമ്മെ കണ്ടെത്താൻ കുട്ടിനാളിലെ കിട്ടത്തില്ല. ഇതെല്ലാം പഠിച്ച് വന്നെങ്കിൽ മാത്രമേ അത് നാം ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. പിന്നെ നമ്മെ തന്നെ വിഗ്രഹമില്ലാത്ത ആ ചൈതന്യത്തെ നാം തന്നെ ഉൾക്കൊണ്ട് നാം അതായി തീരുകയും ചെയ്യാം. അപ്പോൾ നമുക്കും ബ്രാഹ്മണനാകാം. അതാ ഞാൻ ഇത്രയും പറയുന്നത്. ഇത് പ്രത്യേകിച്ച് ആർക്കും പ്രത്യേകിച്ചുള്ളതല്ല. ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് ഇത് അന്ന് ഭഗവാൻ തന്ന സമയത്ത്, ഉപദേശം തന്ന സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഓരോരുത്തർക്കും ഓരോ ജോലികളുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കും വേണം സമാധാനം, ശാന്തി. നമ്മളും ബ്രാഹ്മണനാവണം. ഭഗവാൻ എപ്പോഴും ഭഗവാനെ ഈശ്വരനെ സ്തുതിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക. നല്ല മനമലരാകുന്ന പുഷ്പം ഭഗവാൻ അർപ്പിക്കുമ്പോൾ നമ്മളും പരമശുദ്ധമായി നമ്മുടെ ഹൃദയശുദ്ധി ഉണ്ടാകാനാണ്. അപ്പോൾ സന്തോഷവും സ്നേഹവും സമാധാനവും ഒക്കെ നമുക്കുണ്ടാകും, മറ്റുള്ള കൊടുക്കാനും കിട്ടും. അതുകൊണ്ട് ശമം, ദമം, ശൗചം, അതായത് ഇതൊക്കെ എന്താണ്? മനഃശാന്തി. പിന്നെയോ ഇന്ദ്രിയങ്ങളെ അടക്കുക. അല്ലെങ്കിൽ നമ്മൾക്ക് ഈ ലോകത്തിലേക്ക് ഓടിപ്പാഞ്ഞു പോകും, മനസ്സ് നിൽക്കത്തില്ല, ഇന്ദ്രിയങ്ങളുമായിട്ട് ചേർന്നങ്ങ് ഓടിപ്പോകും. സമാധാനം ശാന്തിയുമാണെങ്കിൽ നമ്മൾ പരമാത്മാനെ പ്രാർത്ഥിച്ച് നാം അതായി മാറുമ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുന്നത്. സർവ്വത്തിനും നമുക്ക് എല്ലാം നാമായി കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സമാധാനം ഉണ്ടാകും. മറ്റുള്ളവരുടെ ദുഃഖമോ വിഷമോ ഒക്കെ നമുക്ക് തോന്നും, അയ്യോ ഇത് എൻ്റെ ദുഃഖമാണ്, അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമാണ്. നമുക്ക് എല്ലാത്തിലും നാം തന്നെയാണെന്നല്ലാതെ വേറൊന്നില്ല എന്ന് നമുക്ക് മനസ്സിലാകും. അങ്ങനെ ഇന്ദ്രിയങ്ങളെ വധിച്ചിട്ട് എന്ത് ചെയ്യണം? വിജ്ഞാനം. ഇതെല്ലാം മനസ്സിലാക്കണം. എന്താ നമ്മൾ ആ പ്രവൃത്തിയിൽ നമ്മൾ തന്നെ ആയിത്തീരണം. വെറുതെ വാചകം വായിച്ച് പഠിച്ചാൽ പോരാ, ജ്ഞാനം ഉള്ളിലാകുമ്പോഴാണ് വിജ്ഞാനം, ആസ്തിക്യം, ദൈവവിശ്വാസം. ഇതൊക്കെ ബ്രാഹ്മണരുടെ സ്വഭാവമാണ്. ഇന്ന് എനിക്കിതിനെപ്പറ്റി എന്തുകൊണ്ടാണ് ഞാൻ തർക്കമല്ല, ഇത് നമ്മളും ബ്രാഹ്മണരാകണം. അതെനിക്ക് നിർബന്ധമായ കാര്യമാണ്. ആർക്കങ്ങനെ ആകാം, അവർക്കാകാം, ഒരു വിഷമവും ഇല്ല. ഏത് നമുക്ക് ഈ ഇന്ന ജാതി എന്നൊന്നുമില്ല. മനുഷ്യനാണോ, വേണമോ, എനിക്കും അങ്ങനെ ആകണമോ, ആർത്തിയുണ്ടോ, ഉറപ്പായിട്ടും കിട്ടും. അത് ഇന്നാർക്കുന്നില്ല. പക്ഷെ അന്ന് ഭഗവാൻ കൊടുക്കുമ്പോൾ അവർക്ക് പ്രത്യേക സ്വഭാവം വെച്ചിരുന്നു. ബ്രാഹ്മണർക്ക് ഇതാണ്, ഈ സ്വഭാവമാണ് എന്ന്. ഇനി നമുക്ക് ക്ഷത്രിയൻ്റെ 43-ാമത്തെ ബ്രാഹ്മണ ക്ഷത്രിയ. ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ പലായനം ദാന ഈശ്വരഭാവച്ച ക്ഷാത്രം കർമ്മ സ്വഭാവജം. ക്ഷത്രിയ കർമ്മമാണ് ശൗര്യം, പ്രതാപം, ധൈര്യം, സാമർഥ്യം, യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിയാതിരിക്കൽ, പിന്നെയോ ദാനം, അധീശഭാവം എന്നിവ. അതായത് ഒരു ക്ഷത്രിയന് നല്ല ധീരത വേണം, ശൂരത്വം വേണം. എന്താണ് ക്ഷത്രിയക്ക്? യുദ്ധമാണ് പറഞ്ഞേക്കുന്നത്. അവിടെ എന്തെങ്കിലും അധപ്പതനം പറ്റുമോ? നല്ല ധൈര്യം വേണ്ടേ? ഇന്ന് നമുക്കറിയാം പട്ടാളക്കാരിൽ ഇന്ന് നമുക്ക് പട്ടാളക്കാരിൽ തന്നെ ഇന്നിപ്പോൾ ഇങ്ങനെയുള്ള ക്ഷത്രിയൊന്നും ഇവിടെ ഇല്ലല്ലോ. എല്ലാവരും പട്ടാളത്തിൽ പോകണമെന്ന് പറയുന്നത്. നല്ല ധൈര്യം ഉണ്ടെങ്കിലേ പറ്റൂ. തോക്കെടുത്ത് വെടിവെക്കാനുള്ള നല്ല ധൈര്യം വേണം. അപ്പോൾ എന്താണ് കർമ്മം? അവർക്ക് പറഞ്ഞേക്കുന്ന കർമ്മം പട്ടാളക്കാരനത് ചെയ്ത പാപമാണെന്ന് പറയാൻ പറ്റുമോ? ക്ഷത്രിയർക്ക് പറഞ്ഞേക്കുന്നതാണ്. ക്ഷത്രിയർക്ക് ഈ ധർമ്മം ഈ രാജാക്കന്മാരാണല്ലോ അവർക്ക് പ്രതാപം വേണം, പിന്നെയോ നല്ല ധൈര്യം വേണം, സാമർഥ്യം വേണം. എന്തിനും സാമർഥ്യം നടക്കുന്ന കാര്യമാണോ യുദ്ധം എന്ന് പറയുന്നത്? അതല്ലേ ഭഗവാൻ പറയാം, അതിനാ നീ യുദ്ധം ചെയ്യും, നിന്റെ കർമ്മമാ.
അത് പാപമല്ല. നമുക്ക് പറഞ്ഞേക്കുന്ന കർമ്മം പാപമല്ല. നമുക്ക് ഈ ലോകത്ത് ഇതെല്ലാം വേണം. ഒന്ന് മാത്രം പോരാ, പൂജ മാത്രം പോരാ. ഭഗവാനെ ആരാധിക്കും പൂജയും ബ്രാഹ്മണം മാത്രം പോരാ. അവർ സുഖമായി കിടന്ന് ഉറങ്ങണമെങ്കിൽ, ഭഗവാനെ ആരാധിച്ച് സുഖമായി നിദ്ര കൊള്ളണമെങ്കിൽ ഈ ലോകം സുരക്ഷിതമായിരിക്കണം. ഈ ശത്രുക്കളെ കൊണ്ട് നമ്മളെ ലോകം നിറയുമ്പോൾ, അന്യരാജ്യക്കാർ വന്ന് നമ്മളെ ദ്രോഹിക്കുമ്പോൾ ഇവിടെ വായും പൂട്ടി ഇരുന്നാൽ മതിയോ? കൈയും കെട്ടിയിരുന്നാൽ മതിയോ? നമ്മൾ യുദ്ധം ചെയ്യാൻ സാമർഥ്യം വേണ്ടേ? ധീരത വേണ്ടേ? അപ്പോൾ അന്നത്തെ ക്ഷത്രിയർ ഇന്നത്തെ പട്ടാളക്കാരാന്ന് കൂട്ടിക്കോ. അപ്പോൾ അവർ ഒരാളെ വെടിവെച്ച് കൊന്നിട്ട് എന്ത് പാപമാ? ഒരു പാപവുമില്ല. അവിടെ പറഞ്ഞ കർമ്മമാ. പക്ഷെ ന്യായമേ ചെയ്യാവൂ. അനീതി പ്രവർത്തിക്കരുത്. അനീതി കാണിക്കുന്നതിന് മാത്രമേ ഇത് ഒരു വധിക്കാനുള്ള ഇതുള്ളൂ, തോക്ക്. അല്ലാതെ വെറുതെ കയറി ആരെങ്കിലും ഒരു കുറ്റം ചെയ്യാത്തന്നെ വെടിവെച്ചാൽ അത് പാപം തന്നെയാണ്. നമുക്ക് പറഞ്ഞേക്കുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. എല്ലാത്തിനും ന്യായമുണ്ട്. അന്യായം പ്രവർത്തിക്കാൻ പാടില്ല, ക്ഷത്രിയനായാലും ആരായാലും. അതുകൊണ്ട് ഒരു ക്ഷത്രിയന് ശൗര്യം, പ്രതാപം, ധൈര്യം, സാമർഥ്യം, പിന്നെയോ യുദ്ധരംഗത്ത് നിന്ന് എനിക്ക് പറ്റത്തില്ല, ഞാൻ പേടിയാവുന്നു എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞ് ഓടത്തില്ല. നല്ല ധൈര്യശാലികളൊക്കെ അത് പറഞ്ഞിട്ടുള്ളൂ. അതാണ് ക്ഷത്രിയൻ എന്ന് പറയാം. ഇന്നിപ്പോൾ ശമ്പളം മേടിച്ച് ജീവിതമാർഗത്തിന് വേണ്ടി എല്ലാവരും പട്ടാളത്തിൽ ചേരുന്നുണ്ട്. എങ്കിലും ധൈര്യശാലികളെ പോവുള്ളൂ. നല്ല ഉറപ്പുള്ള മനസ്സ് വേണം, അല്ലാതെ നടക്കുകയില്ല. അപ്പോൾ മനസ്സിലാക്കണം, ഇത് നല്ല ധൈര്യം വേണം, സാമർഥ്യം വേണം, ശൗര്യവും പ്രതാപവും ഒക്കെ വേണം. അതുകൊണ്ടാണ് ക്ഷത്രിയർക്ക് പറഞ്ഞേക്കുന്ന ധർമ്മം യുദ്ധമാണെന്ന് പറയാം. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, ശൗര്യം അർജുനൻ പ്രത്യേകിച്ച് ക്ഷത്രിയനാണല്ലോ. അതുകൊണ്ട് ഭഗവാൻ എടുത്തെടുത്ത് പറഞ്ഞു കൊടുക്കും. ക്ഷത്രിയ കർമ്മം എന്താണ് അർജുന? ശൗര്യം, പ്രതാപം, ധൈര്യം, സാമർഥ്യം, യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിയാതിരിക്കൽ. ഒരിക്കലും ഞാനിപ്പോൾ ചത്തുപോകും, എന്നെ കൊല്ലും എന്നുള്ള ഭയപ്പാട് പാടില്ല. മരിച്ചാൽ അത്രമാത്രം അദ്ദേഹത്തിന് പ്രതാപം, കീർത്തി. കാരണം ഇങ്ങനെ ധർമ്മത്തിൻ്റെ രീതിയിലേ ചെയ്യാവൂ. അത് ധർമ്മയുദ്ധം എന്നാ പറയാ. അന്യായം പ്രവർത്തിക്കാൻ പാടില്ല. അപ്പോൾ ധർമ്മത്തിൻ്റെ പേരിൽ വീരമൃത്യു എത്രയോ ജവാന്മാർ നമ്മൾ അറിയുന്നു. ഇതൊക്കെ കീർത്തിയാണ്. അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അവിടെ ഭയക്കാൻ പാടില്ല. അതുകൊണ്ട് ഇതൊക്കെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കൽ. പിന്നെയോ ദാനം എന്താണ് നമുക്ക് എല്ലാവർക്കും പറഞ്ഞിട്ടുണ്ട്. ഇത് ധർമ്മവും ദാനവും ഒക്കെ അനാവശ്യമായ രീതിയിൽ ഒന്നും പാടില്ല. എല്ലാത്തിനും ഒരു ദാനമുണ്ട്. അത് ന്യായമായ രീതിയാണ് എല്ലാതും പ്രവർത്തിക്കേണ്ടത്. അതൊക്കെയാണല്ലോ ദാനം എന്ന് പറയാം. പിന്നെയോ അധീശഭാവം. എല്ലാത്തിനും വേണം ദൈവികം ഇല്ലാത്ത ഒരു പ്രവൃത്തിയെ ആർക്കും പറ്റത്തില്ല. ഇപ്പോൾ ക്ഷത്രിയനായാലും ബ്രാഹ്മണനായാലും വൈശ്യനായാലും ശൂദ്രനായാലും എന്ത് കർമ്മവും ആയിക്കോട്ടെ, എല്ലാത്തിനും നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈശ്വരൻ്റെ കരുണ വേണം, കൃപ വേണം, ദൈവികം വേണം. അതുകൊണ്ട് ഇത്രയാണ് ക്ഷത്രിയർക്ക് പറഞ്ഞേക്കുന്നത്. ഇത് നമുക്കും ആകും. ഇന്ന് സ്ത്രീകൾ എത്രയോ പട്ടാളത്തിൽ പോയവരുണ്ട്, പുരുഷന്മാരുടെ കണക്ക്. അപ്പം മനസ്സിലാകും, ധൈര്യവും സാമർഥ്യവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ക്ഷത്രിയനാകാം. അപ്പം മനസ്സിലാകും ഇതൊക്കെ ഇത്രയും കാരണങ്ങളുണ്ടെങ്കിൽ. കാരണം എന്തൊക്കെയാ? നല്ല ശൂരത്വം, ശൗര്യവും പ്രതാപവും ധൈര്യവും സാമർഥ്യവും, എന്ത് വന്നാലും പിന്തിരിയാൻ പാടില്ല, ദൈവികം, ദാനം, ഇതെല്ലാം നല്ല പ്രവൃത്തികളാണ്. ഇതെല്ലാം ന്യായമായ ഒരു ആളിന് നമുക്കും എല്ലാവർക്കും ക്ഷത്രിയനാവാം. അതുകൊണ്ടല്ലേ നമ്മൾ എല്ലാ മനുഷ്യരും പട്ടാളത്തിൽ പോകുന്നത്? അത് തന്നെ കാരണം. അപ്പം അന്നത്തെ കാലമാണോ ഇന്ന് എല്ലാ കർമ്മങ്ങളും എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വേണം. ഇനി നമുക്ക് എന്താ പറയുക, ഇനി 44-ാമത്തെ ശ്ലോകത്തിൽ വൈശ്യൻ്റെ കൊണ്ട് ശൂദ്രൻ്റെ കൊണ്ട് രണ്ടും ചേർന്നാണ്. 2 വരി വൈശ്യൻ്റെയും 2 വരി ശൂദ്രൻ്റെയും. 44-ാമത്തെ ശ്ലോകത്തിൽ ഒന്നിച്ച് കിടക്കുക. എന്താണ് വൈശ്യൻ്റെ മുമ്പേ പറയാം. കൃഷി ഗൗര എന്ന ഗോക്കള്, എന്താ പറയുക, പിന്നെ ഈ ഗൗ എന്ന് പറയാം. സംസ്കൃതത്തിൽ ഗൗ എന്ന് വെച്ചാൽ ഗോക്കള, പശുവാ. ഗൗ രക്ഷ. അപ്പം ഗൗ എന്ന് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പദം. നമ്മൾ മനസ്സിലാക്കണം പശുവിനെയാണ് പറയുന്നത്, അല്ലെങ്കിൽ ഗോക്കളെ. കൃഷി ഗൗ രക്ഷ്യ വാണിജ്യം. അപ്പം എന്താ ചെയ്യണം? ഗൗ രക്ഷിക്കണമെന്നാ. നമ്മളിന്ന് അങ്ങനെയാണോ ചെയ്യുക? നമ്മളെ ഗൗ രക്ഷിച്ചിട്ട് നമ്മളുകൊണ്ട് കൊല്ലാൻ കൊടുക്കും. അപ്പം അത് നേരെ തിരിച്ചായിപ്പോയി. ഭഗവാൻ പറഞ്ഞേക്ക് എന്താണ്? ഗൗ രക്ഷ. നമുക്ക് അതിനെ വളർത്തി, എന്താ പറയുക, അതിൻ്റെ പാലൊക്കെ എടുത്ത് കുട്ടികൾക്ക് നമ്മളൊക്കെ എടുത്ത് കഴിച്ച് തൈരുമൊക്കെ ആക്കി നെയ്യൊക്കെ എടുത്തിട്ട് അവസാനം നമുക്ക് വേണ്ടാതെ നമ്മളതിനെ വിറ്റ് പണ്ടത്തെ കാലത്ത് അങ്ങനെ ഇല്ലല്ലോ. അന്നൊക്കെ നമ്മുടെ വീട്ടിൽ ഞങ്ങളുടെ കാലത്ത് കൊച്ചു പശുക്കളാണ്.
അതിനെ ഒന്നും രണ്ടും മൂന്ന് മക്കളൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? മൂത്ത കുട്ടി സുമംഗലെന്ന്, ഞങ്ങൾക്ക് ലക്ഷ്മി, സുമംഗല, സുന്ദരൻ ഇങ്ങനെ പിള്ളേരാ. അപ്പോൾ ഈ സുമംഗല വളർന്നപ്പോൾ ഈ തള്ള പശുവിനെ ഗർഭിണിയാക്കി അതിനെ കൊടുത്തു. അല്ല, അന്നൊന്നും ഇങ്ങനെയുള്ള ഈ ശല്യങ്ങളില്ല, എന്താ ഈ അറുപ്പില്ല. അതുകൊണ്ട് നമുക്ക് സമാധാനമുണ്ട്. പക്ഷെ സ്നേഹം കൊണ്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല കൊടുത്ത, അല്ലെങ്കിൽ നമ്മളങ്ങനെ സ്നേഹിക്കാതിരിക്കണം. അതിനെന്താ പിന്നെ അങ്ങനെ വളർത്താറില്ലായിരുന്നു. പിന്നെ ഇവിടെ ഞാൻ താമസമായപ്പോഴാണ് ഇങ്ങനെ ഒന്ന് വളർത്തി. വേണം, നെല്ലും കച്ചിയൊക്കെ ഉണ്ടല്ലോ, ഒരു വളം വേണമല്ലോ കണ്ടത്തിലൊക്കെ ഇടാൻ. അങ്ങനെയാണ് പശുവിനെ വളർത്താൻ തുടങ്ങിയത്. അപ്പോൾ മനസ്സിലാക്കണം, നമുക്കതിനെ കൊടുക്കുമ്പോഴും അതിഭയങ്കരമായ പ്രയാസമാണ്, അത് സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭഗവാൻ പറയണത് മമത വിട്ടാൽ മാത്രം മതി. നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യാം, പക്ഷേ സ്നേഹിക്കാം, അങ്ങനങ്ങ് വേണ്ട, മമത കൊടുക്കണ്ട. ഇതെപ്പോഴായാലും ഈ ശരീരം നശിക്കുന്നതാണെന്ന് നമ്മൾ ചിന്തിക്കണമായിരുന്നു. ഞാൻ അന്നത്തെ കാലത്ത് എനിക്കൊന്നും അറിയില്ല. ഞാൻ എത്ര നാൾ കിടന്ന് കരയുമായിരുന്നു അറിയാമോ ഇതൊക്കെ ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ മനസ്സിലാക്കണം, കൃഷി, ഗൗ, രക്ഷ്യ, വാണിജ്യം, കച്ചവടം, വൈശ്യ, കർമ്മം, സ്വഭാവം. ഇതാണ് വൈശ്യൻ്റെ കർമ്മത്തിൻ്റെ സ്വഭാവം. പശുവിനെ രക്ഷിക്കൽ, കൃഷി, വാണിജ്യം, കച്ചവടം, ഇത് മൂന്നാണ് വൈശ്യന് പറഞ്ഞേക്കുന്നത്. ഇനി പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്വാഭി, ശൂദ്രരുടെ കാര്യം, ശൂദ്രസ്യാഭി സ്വഭാവജം. ശൂദ്രർക്ക് ഈ മൂന്ന് കർമ്മങ്ങൾ ഒഴിച്ച് എന്താ അവർക്ക് ഈ കൃഷിയും വാണിജ്യവും ഈ പിന്നെ ഗോക്കള രക്ഷയും ഇല്ല. അത് മാറ്റിയിട്ട് എന്താ ഉള്ളത്? പരിചര്യ, മറ്റുള്ളവർക്ക് പരിചര്യ ചെയ്യും. എന്താ പരിചരിക്കുക, ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തു കൊടുക്കുക, കർമ്മം ചെയ്ത് ജോലി ചെയ്ത് കൊടുക്കുക, ദാസ്യം എന്ന് പറയാം. അപ്പോൾ അതാണ് ശൂദ്രയുടെ സ്വഭാവം. അപ്പോൾ വൈശ്യൻ്റെ സ്വഭാവം കച്ചവടം, പശുക്കളെ രക്ഷിക്കുക, ഇത് കൃഷി. ഇത് മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഈ കൃഷി ആയാലും എന്താ വൈശ്യ വിഭാഗത്തിലെ സ്വാഭാവിക കർമ്മങ്ങളാണ് കൃഷി, കച്ചവടം, ഗോരക്ഷ എന്നിവ. ഈ മൂന്ന് കർമ്മങ്ങൾ ഒഴിച്ചുള്ളവ പരിചര്യ, അത് ശൂദ്രനുള്ളവയാകുന്നു. അതായത് മറ്റുള്ളവരെ പരിചരിക്കുക എന്ന താല്പര്യം. ഇത് അപ്പം ഈ രണ്ട് കൂട്ടർ കൂടെ ഉള്ളതാണിത്. അത് ഈ യഥാർത്ഥത്തിൽ ഈ കച്ചവടവും പശുരക്ഷയും കൃഷിയും വൈശ്യന് പറഞ്ഞേക്കുന്നത്. മറ്റുള്ളവർക്ക് എന്തും ചെയ്ത് കൊടുക്കുന്ന അങ്ങനെയുള്ള ഒരു പരിചരിക്കുന്നതാണ് ശൂദ്രർക്കും ഉള്ളത്. ഈ മൂന്ന് കർമ്മം അവർക്കൊട്ട് ഇല്ലാതാനും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരു കൃഷിക്കാരനും ഭഗവാന് ചേരാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞില്ലയോ, ഒരു കുന്താലെടുത്ത് കിളയ്ക്കുമ്പോൾ, ഒരു വിത്ത് നടുമ്പോൾ അത് എന്ത് ചെയ്യണം? അതും ഭഗവാൻ ഇടുന്ന പൂജയായിട്ട് എല്ലാ കർമ്മവും നമുക്ക് മാറ്റുക. കൃഷി കൊണ്ട് നമുക്ക് ഈശ്വരനെ അറിയാൻ പറ്റും, ഈശ്വരനിൽ ചേരാൻ പറ്റും. നമ്മൾ കർമ്മം ചെയ്തും കൊണ്ട് തന്നെ അത് ഭഗവാനെ ആരാധിക്കാം. എന്ത് കർമ്മവും നമുക്ക് കർമ്മം ചെയ്തല്ലേ പറ്റൂ. ഇതൊക്കെ പൂജയായി നമുക്ക് ചെയ്യാം. എൻ്റെ അച്ഛൻ പാവലിൻ്റെ വിത്തും പടവലിൻ്റെ വിത്തും ഒക്കെ എടുത്തിട്ട് അത് നമുക്ക് കഴിക്കണം എന്നുള്ള ചിന്തിച്ച് അങ്ങനെ ഫലം വേണ്ടിയിട്ടല്ല, അതങ്ങനെ ചെയ്യും. ചേട്ട് നന്നായി കയറ് പാവും, ഭയങ്കര പൊക്കത്തിലാണ് പാവുന്നത്. എന്നുവെച്ചാൽ അന്ന് പടവലങ്ങിയൊക്കെ വന്നാൽ എൻ്റെ പൊക്കം അന്ന് കൊച്ചല്ലേ, അച്ഛൻ്റെയൊക്കെ പൊക്കം വന്നാലും താഴേക്ക് പിന്നെ അത് വളയും. എന്താ, പൊക്കത്തിൽ നിന്ന് അത്ര നീണ്ടു വരും പടവല. അപ്പോൾ എന്തു വന്നു, തറ പിന്നെ കുഴിച്ചു കൊടുക്കണം, അത് വളയാതെ പോകണമെങ്കിൽ. അത്രയും പൊക്കത്തിൽ നിന്ന് പാവിയാലും അതൊക്കെ ചെയ്യാൻ അച്ഛനറിയാം. അച്ഛൻ അതെങ്ങനെ വെച്ചാൽ നല്ല തോട് പോലെ പാത്തി എടുത്തിട്ട് ഈ പാത്തി നിറച്ച് ഈ പച്ചില കൊണ്ട് നിറച്ചിട്ട് ചാണകം എല്ലാം കലക്കി ഇതിന് കുറുറാന്ന് ഒഴിച്ച് എന്നിട്ട് എന്ത് ചെയ്യും, വേണ്ടുന്ന വളമൊക്കെ അതിലിട്ടിട്ട് മറ്റ് വരവോളം അല്ല ഇടുന്നത്, ഈ ചാണാനും പച്ചിലയൊക്കെ തന്നെയാണ്. കമ്പോസ്റ്റ് വളം എന്ന് പറയും. അച്ഛനിങ്ങനെ എല്ലാവരുടെ വാരിൽ ഒരു കുഴി ഒഴിച്ച് കമ്പോസ്റ്റ് വളവും ചാണാനും തോലുകളെല്ലാം ഇട്ട് അഴുക്കി അങ്ങനെ ഒരു കമ്പോസ്റ്റ് വളം എല്ലാം കൂടെ വരിച്ചാല് ഈ തോട് പോലെ ഇട്ടിട്ട് മൂടും. എന്നിട്ട് അത് ഈ വിത്ത് ഇട്ടാറുണ്ടല്ലോ, പിന്നെ പ്രത്യേകിച്ച് വളം വേണ്ട, അത് നന്നായി തഴച്ച് വളർന്ന് മുട്ടന്മാർ താഴേക്ക് വന്നാൽ നമ്മൾ തറ കുഴിച്ച് കൊടുക്കാറ്. തുമ്പത്ത് അച്ഛനെ കല്ല് കെട്ടി ഇടുമായിരുന്നു, നേരെ വളയാതെ പടവലങ്ങ താഴേക്ക് വരാൻ. കൊച്ചു കല്ല് പാറക്കല്ല് നാരിൽ കെട്ടി ഈ പടവലിൻ്റെ തുമ്പത്തിൽ ഇങ്ങനെ കെട്ടിയിട്ട് അത് വളയത്തില്ല, അല്ലെങ്കിൽ നീളം ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞൊക്കെ ഇരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഒരു 4 മൂട് മതി, അത്രേ ചെയ്യൂ. ഈ പാവലും 2 മൂട് പടവല ആവശ്യത്തിന് അത് മതിയല്ലോ. അങ്ങനെയൊക്കെ ഉള്ള രീതി ആ കൃഷി ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് സന്യാസി അല്ലാതിരിക്കുകയായിരുന്നു. അതുകൊണ്ട് എന്നാൽ എൻ്റെ അച്ഛന് കാഴ്ച കുറവുണ്ടായിരുന്നു. അമ്മയടുത്ത് അന്ന് ഈ വരവളം എന്തോ അതിൻ്റെ പേര് മരുന്നൊന്നും അടിക്കില്ല, അന്നും പുഴുവുണ്ട്.
ഇന്ന് ഞാൻ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ, അന്ന് ഈ പുഴുവിനെ എടുത്ത് കൊല്ലുകയല്ലേ ചെയ്യുന്ന, ഈ അല്ലെങ്കിൽ ഈ പടവലും പാവലും മൊത്തവും പോകൂലേ. എന്നിട്ട് ഈ സന്യാസിമാരായ അമ്മ അച്ഛൻ അവർ അയ്യോ ഇത് ജീവനുള്ളതാണ് അതിനെ കൊല്ലലെന്ന് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഞാനങ്ങ് സ്കൂളിൽ പോകും, എന്നാലും ഞാൻ കേട്ടിട്ടില്ല. പക്ഷേ അവിടെ അത് ഭഗവാൻ പറയുന്നു ഇതിനകത്ത്, ഒരു കർമ്മത്തിനും പാപമില്ലാതെ ഇല്ല. നമുക്ക് ജീവിതം അങ്ങനെ വച്ചേക്കുന്നത്. പുഴുവാണെങ്കിൽ പുഴുവിനെ കൊല്ലുക തന്നെ ചെയ്യണം, അതെല്ലാം അർപ്പിക്കണം, ഭഗവാനിൽ അർപ്പിച്ച് പൂജയാക്കണം. എന്ത് ഇപ്പോൾ യുദ്ധം ചെയ്യുമ്പോൾ ഒരു തോക്കെടുത്ത് വെടിവെക്കുമ്പോൾ അതും എന്താണ് ക്ഷത്രിയൻ ചെയ്യുന്ന കർമ്മം? നീ എന്നെ സമർപ്പിച്ച് ചെയ്യുന്ന, നീ കർമ്മം ചെയ്യൂ, ഫലം ആഗ്രഹിക്കണ്ട, നീ എന്നെ സമർപ്പിച്ച് ചെയ്യൂ എന്ന് ഭഗവാൻ പരമാത്മാവ് പറയുമ്പോൾ നമ്മൾ അത് പഠിച്ചാൽ മതി. ഒരു പുഴുവിനെ കൊല്ലുമ്പോൾ ആ പടവലം വളർത്തുമ്പോൾ ആ പടവലം കിളച്ച് തടമെടുത്ത് നടുമ്പോൾ സർവ്വകർമ്മവും ഭഗവാൻ സമർപ്പിക്കുക. അപ്പോൾ അതിലുള്ളത് തന്നെ എല്ലാ കർമ്മവും. ഒരു ജീവൻ ഉണ്ടെന്ന് ചിന്തിക്കുന്ന പോലുമില്ല. അപ്പോൾ അത് എല്ലാം അതാ ഈശ്വരൻ നന്നായി ഇതൊക്കെയും ഇവിടെ ഇങ്ങനെ വച്ചേക്കുന്നത്. നമുക്കൊന്നും പാപമില്ലാത്ത ഒരു കർമ്മവും ചെയ്ത് ജീവിക്കാൻ പറ്റത്തില്ല. ജീവിക്കണമെങ്കിൽ എന്തിലും പാപമുണ്ട്. അപ്പോൾ എന്താ ഇതിന് പോംവഴി? ഭഗവാന് സമർപ്പിക്കുക. ഒരു പുഴുവിനെ എടുത്താലും നമ്മളല്ല ആ പാവല് നോക്കുന്നതും പടവല നോക്കുന്നതും അത് കണ്ടിക്കുന്നതും അതിനെ വെള്ളമൊഴിക്കുന്നതും ഇതെല്ലാം പൂജയാക്കണം. എല്ലാം ഭഗവാന് പൂജയാക്കണം. ഇതെല്ലാം ഭഗവാൻ ചെയ്യുന്നു, നമുക്ക് ഫലം പോലും ആഗ്രഹിക്കുന്നില്ല. അത്രയേ ഉള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ ഒന്നിനും കർമ്മം കിടക്കത്തില്ല, ഫലം കൂട്ടി വെക്കേണ്ടതില്ല, എല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുന്നു. അങ്ങനെ വൈശ്യൻ്റെ സ്വഭാവം എന്താണ്? കൃഷി, കച്ചവടം. കച്ചവടം തന്നെ എന്താ? ഇപ്പോൾ ഒരു വൈശ്യൻ ചെന്ന് കച്ചവടം ചെയ്യുക, ന്യായമായ കച്ചവടം ചെയ്യണം. അന്യായം, ചതി, വഞ്ചന കച്ചവടത്തിൽ പാടില്ല. എന്നാൽ അത് പാവിയ. നമുക്ക് പറഞ്ഞിട്ടുള്ള രീതി ഇന്നത്, 1 കിലോ പഞ്ചസാരയ്ക്ക് ഇത്ര രൂപ എന്ന് എഴുതിയാൽ ആ തൂക്കം ശരിയായിരിക്കണം. അവിടെ കാപട്യം കാണിക്കാൻ പാടില്ല. അതിൻ്റെ വിലയും അതുപോലെ ആയിരിക്കണം. അപ്പം മനസ്സിലാക്കണം, എല്ലാത്തിനും ഉണ്ട് നീതി. അപ്പം കച്ചവടം ചെയ്താലും ആ കർമ്മത്തിൻ്റെ കൃത്യനിഷ്ഠയാണ് ഭഗവാൻ നോക്കുന്നത്, സത്യസന്ധതയാണ് നോക്കുന്നത്. കൃത്യമായ തൂക്കമാണോ, കാപട്യം ഇല്ലാതാണോ, കണക്ക് ശരിക്കുള്ള ന്യായമായ അതിൻ്റെ ഫലമാണോ, അതായത് ഇത്ര കിലോ പഞ്ചസാര ഇത്ര രൂപ, അതിൽ നിന്ന് ഒരു നയാ പൈസ പോലും കാപട്യം കൂടാതെ നമ്മൾ എടുക്കണം. അപ്പം എന്താ പറയുക, അങ്ങനെയുള്ള സൽക്കർമ്മങ്ങളായി മാറ്റാം. കച്ചവടം സൽക്രമമാക്കാം, കൃഷി സൽക്രമമാക്കാം. പിന്നെയോ ഗോരക്ഷ. ഗോരക്ഷ വെച്ചാൽ ഗോക്കളെ ഇന്നത്തെ കാലത്ത് പണ്ടത്തെ കാലത്തൊക്കെ അല്ല, ഇന്ന് കൃഷിയായിട്ട് അങ്ങ് വെച്ചേക്കുന്നത് 2ഉം 4ഉം പശുക്കൾ ഒന്നിൻ്റെ കറവ് മാറുമ്പോൾ അതിനെ കൊടുത്തിട്ട് അടുത്ത പശുവിനെ വാങ്ങിക്കുന്നത്, പിന്നെ അതിൻ്റെ കറവത്തിന് അതിനെ കൊടുത്തിട്ട് വേറെ വാങ്ങിക്കുന്നത്. ഇങ്ങനെ മറിച്ച് കൃഷിയാണ്. അതിനെ ഗോക്കളെ രക്ഷിക്കുകയല്ല, നമ്മൾ രക്ഷയ്ക്ക് വേണ്ടി അതിനെ വളർത്തുന്നു. അതിനെ അങ്ങനെ ഇന്നത്തെ കാലത്ത് അത്രയും വലിയ പശുക്കളെ രക്ഷിക്കാൻ പറ്റത്തുമില്ല. മറിച്ച് കൊടുത്തോണ്ടേ ഇരിക്കുന്നത്. ചിലർ വാങ്ങിച്ച് പിന്നെ ഗർഭിണി ആയില്ലെങ്കിലോ അതിനെ കൊണ്ട് അറുക്കാൻ കൊടുക്കുന്നു. ഇതെല്ലാം ഇന്നത്തെ ലോകം ഇങ്ങനെ ആയിപ്പോയി. അതിന് സാത്വികരായ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഒരു പശുവിനെ അങ്ങനെ വളർത്തണം എന്നുണ്ടെങ്കിൽ, ഞാനിവിടെ വന്നപ്പോൾ അങ്ങനെ ആയിരുന്നു. ഒരു പശുവിനെ വാങ്ങിച്ച് അതിന് ആദ്യം അതിനെ 6 മാസം കൊണ്ടായ കുട്ടിയാണ്. അന്ന് കറവ എടുക്കാൻ കുറച്ച്, പിന്നെ അത് ഗർഭിണിയെ പ്രസവിച്ച സമയത്ത് അതിൻ്റെ എടുത്ത് രണ്ടാമത് എന്ത് ചെയ്ത് ഗർഭിണിയാക്കി കൊടുത്ത്. അപ്പം വിഷമിക്കണ്ടല്ലോ, അതിന് വളർത്തത്തല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ കുട്ടികളെ അതുപോലെ തന്നെ നമുക്ക് പറ്റത്തില്ലെല്ലാം കൂടെ. അപ്പോഴെന്ത് ചെയ്യണം? അതിന് പെൺകുട്ടിയാണെന്ന് പ്രാർത്ഥിച്ച് പെൺകുട്ടി തന്നെയായി. അപ്പം നമുക്കറിയാം അതിനെ ആരും കൊണ്ട് കൊല്ലത്തില്ലല്ലോ എന്ന്. നമുക്കെല്ലാം കൂടെ വളർത്താൻ പറ്റത്തില്ല. ഒക്കാത്തതിന് നമ്മൾ ഒപ്പിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് അതിന് നടക്കാത്ത കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ട് പിന്നെ ഇതിവിടെ വളർത്തിയിട്ടില്ല, പറ്റത്തില്ല. നമുക്ക് കൊടുക്കാത്തത് ഭയങ്കര വിഷമമാണ്. കാരണം അത്രമാത്രം സ്നേഹിച്ച് അതിനൊക്കെ വളർത്തുന്നത്. അതുകൊണ്ട് പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. ഇങ്ങനെ നമ്മൾ സത്ത് ഗുണക്കാരൻ അങ്ങനെ ചെയ്യുക. ഒരു പശുവിനെ നമുക്ക് വാങ്ങിച്ച് പിന്നെ കൃഷിക്കോ അല്ലെങ്കിൽ പാലിനോ നമുക്ക് പറമ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നോക്കി വളർത്തി അതിൻ്റെ പാലൊക്കെ എടുത്ത് അതിനെ രക്ഷിച്ച് അതിൻ്റെ കുട്ടിയെ രക്ഷിച്ച് രണ്ടാമത്തെ പ്രസവത്തോടെയും കൊടുക്കുക. അപ്പോൾ ആരും കൊണ്ട് കൊല്ലത്തില്ലല്ലോ, സമാധാനം ഉണ്ടല്ലോ. പിന്നെ അതും കഴിഞ്ഞ് പിന്നെ ഒത്തിരിയൊക്കെ അങ്ങനെ നമുക്ക് നോക്കാം. ആഗ്രഹത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ എൻ്റെ ആഗ്രഹം അങ്ങനെ സാധിച്ചു. എനിക്ക് ഇങ്ങനെ അറുക്കാനായിട്ട് ഞാൻ കൊടുത്തിട്ടില്ല, എനിക്കത് പറ്റാത്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ വളർത്തിയിട്ടുമില്ല. നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. പിന്നെ എല്ലാ രീതിയും ഉണ്ടല്ലോ, തമോ ഗുണക്കാരും രജോ ഗുണക്കാരും ഇവിടെ ഉണ്ടല്ലോ, അവർ വളർത്തിക്കോട്ടെ. അവരിത് ചിന്തിക്കുന്നില്ലല്ലോ. അവർ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അവർ ഈശ്വരങ്ങളിലേക്ക് ചിന്ത ഇല്ലാതെ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതൊക്കെ പറഞ്ഞേക്കുന്നത്. അവർക്ക് ഇങ്ങനെയാണ്, ഗോക്കളുടെ ആദായം എടുക്കുക, അതിനെ എങ്ങനെയും കളയുക, അല്ലെങ്കിൽ അറുക്കാൻ കൊടുക്കുക, ഇതൊക്കെ തന്നെയാണ് അത് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇതെല്ലാം കാരണം ഈ പശുക്കളായാലും ഒരു മാനും ഒരു മൃഗങ്ങൾ, ഈ വനത്തിൽ കിടക്കുന്ന മൃഗങ്ങൾ ഇതുപോലല്ലേ, അതിനും ജീവനല്ലേ. അതിനെ സിംഹം പിടിച്ച് കൊല്ലുന്നില്ലേ, അത് ദൈവം സഹിക്കുന്നില്ലേ? അത്രയേ കണ്ടാൽ മതി, അതേ നടക്കൂ.
ഈ ലോകം അങ്ങനെ ആയിപ്പോയി. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാം ഭഗവാൻ സമർപ്പിച്ച് ഭഗവാനുള്ള ചിന്തയിൽ ഇരുന്നാൽ നമുക്ക് വിഷമമില്ലാതെ സമാധാനത്തോടും ശാന്തിയായിട്ട് നമുക്ക് ജീവിച്ചു പോകാം. അല്ലാതെ നടക്കത്തില്ല. ഇതൊക്കെ ഓർത്താൽ നമുക്ക് ഭയങ്കര വിഷമമാണ്. ചിന്തിക്കാതിരിക്കുക, ഭഗവാനെ പ്രാർത്ഥിച്ച് ജീവിക്കുക, നമ്മൾ ചെയ്യുന്ന കർമ്മം ശുദ്ധമായിരിക്കുക, നമ്മുടെ ഹൃദയം വെടുപ്പായിരിക്കുക. സൽക്കർമ്മത്തിൽ കൂടി ഈശ്വരാരാധനയിൽ കൂടി നമുക്ക് പോകാം. അതുകൊണ്ട് ശൂദ്രയുടെ സ്വഭാവം എന്താണ്? മറ്റുള്ളവർക്ക് പരിചരിക്കുക. മറ്റുള്ളവരെ പരിചരിക്കുക വെച്ചാൽ മറ്റുള്ള ജനങ്ങൾ സേവ ചെയ്യുക, അതാണ്. ഇനി നമുക്ക് 45-ാമത്തെ ശ്ലോകം കൂടെ വായിക്കാം. സ്വേ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധിം ലഭതേ നര സ്വകർമ്മനിരത സിദ്ധിം യഥാവിന്ദതി തൃണു. സ്വകർമ്മം ചെയ്തുകൊണ്ട് ആനന്ദം അനുഭവിക്കുന്ന മനുഷ്യൻ സംസിദ്ധിയെ, അത് പരമപദം പ്രാപിക്കുന്നതാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. സ്വകർമ്മം ചെയ്തുകൊണ്ട്. എന്താണ് സ്വകർമ്മം? നമ്മൾ കുടുംബമായി ഇപ്പം ഒരു ഡോക്ടറാണ് അച്ഛനും അമ്മയും, ആ മകനും ചില ഡോക്ടറാണ്. അദ്ദേഹം എന്ത് ചെയ്യണം? സൽക്കർമ്മമായി സ്വകർമ്മം അനുഷ്ഠിക്കണം. ഒരു നീതിമാനായി തന്നെ ഡോക്ടറുടെ സേവ ചെയ്യണം. ഒരു കൃഷിക്കാരനാണോ, അയാൾ സ്വകർമ്മം എന്താ? ആ കൃഷിയിൽ ഞാനിപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ അത് സൽക്രമമായി മാറ്റാം. അപ്പോൾ ഒരു ഡോക്ടർ എന്ത് ചെയ്യണം? ഇതുപോലെ അവരുടെ കർമ്മം ഡോക്ടർ രോഗികളെ ചികിത്സിക്കുന്നതാണ്. എത്രയും നല്ലതായി ആ രോഗിക്ക് ആശ്വാസം കൊടുത്തും, അതായത് നമ്മൾ ചെല്ലുമ്പം ഒരു തലോടൽ, ഒരു എന്തെങ്കിലും തോളയിൽ തട്ടുമ്പോൾ ആ രോഗിയുടെ പകുതി അസുഖം മാറും. എനിക്ക് അനുഭവമുണ്ട്. ഞാനൊരിക്കൽ ഈ സന്ധിവാദത്തിന് വേണ്ടി ചെന്നപ്പോൾ ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ എന്താണ്, തോളയിൽ ഒരു തട്ടിട്ട് എന്തിനാ ഇതൊക്കെ കണ്ടിങ്ങനെ പേടിക്കുന്നത് എന്നാണ് ചോദിച്ച്. ഞാൻ അന്നൊരു 30 വയസ്സാണ്ടേ ഉള്ളു. അപ്പോൾ ആശ്വാസം എന്താണ്? ആ ഒരു തലോടൽ, ഒരു ഡോക്ടറുടെ തലോടൽ, ആ ഒരു സ്നേഹഭാഗത്തിൻ്റെ വാക്ക് പകുതിയും മാറി. അപ്പോൾ എന്താ? സത്യസന്ധമായി ഈശ്വരാർപ്പണമായി ചെയ്യുന്ന ഒരു ഡോക്ടറെ വേല എത്ര പുണ്യമാ! ആവശ്യത്തിനുള്ള വരുമാനം മേടിക്കാവൂ. പ്രൈവറ്റ് വീട്ടിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തിന് അന്ന് കൊടുത്തേ പറ്റൂ. കാരണം അദ്ദേഹം വെറുതെ ആസ്പത്രി അല്ല, ഒരു വീട്ടിലാണ് പോയത് പത്തനാപുരത്ത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ചെയ്യേണ്ട ജോലി എന്താണ്, കർമ്മം എന്താണ്, സ്വകർമ്മം അതെന്താണ്? സ്വകർമ്മം ചെയ്തുകൊണ്ട് ആനന്ദം അനുഭവിക്കുന്ന മനുഷ്യൻ അങ്ങനെ ആനന്ദം അനുഭവിക്കണം. നമ്മളിപ്പം ഞാൻ ചെയ്യുന്ന ഈ ഒരു കർമ്മം അത് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഇത് ഞാൻ ഡോക്ടറോ ഒന്നുമല്ല, 4 അക്ഷരം, എന്തെങ്കിലും 1-2 അക്ഷരം, അല്ല LKG എന്ന് കരുതിക്കോ. ഇതെനിക്ക് ആനന്ദം അനുഭവിക്കുന്നത് എന്താണ്? സത്യസന്ധമായ രീതി ഞാൻ ചെയ്യുന്നത്, എനിക്ക് സന്തോഷിക്കാം, ആനന്ദിക്കാം. ഇത് തന്നെയാണ് ഏത് കർമ്മമായാലും. ആര് ചെയ്യുന്ന കർമ്മത്തിൽ നമുക്ക് ആനന്ദം അനുഭവിച്ച് എന്ത് കിട്ടും? അവസാനം സംസിദ്ധിയെ, പരമപദം പ്രാപിക്കുന്നതാണ്. സ്വകർമ്മനിഷ്ഠ എപ്രകാരമാണ് സിദ്ധിയെ പ്രാപിക്കുന്നത് എന്ന് പറയാൻ കേട്ടുകൊള്ളുക. അത് എങ്ങനെയാണെന്നോട് ഞാൻ പറഞ്ഞു തരാമെന്ന് ഭഗവാൻ പറയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എന്ത് കർമ്മമായിട്ട് നമുക്ക് ഒരുപാട് ജോലികൾ, എന്തെല്ലാം ജോലികൾ ചെയ്താൽ നമ്മൾ ജീവിക്കാൻ, ജീവിതമാർഗത്തിൽ ഏതെങ്കിലുമൊക്കെ ജോലി ചെയ്താൽ ജീവിക്കുന്നത്. ഒന്ന് നെയ്ത്ത്, അല്ലെങ്കിൽ തയ്യൽ, അല്ലെങ്കിൽ പിള്ളേർ ട്യൂഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ അധ്യാപക ജോലി, അല്ലെങ്കിൽ കച്ചവടം, കൃഷി, എന്തുമായാലും അതെല്ലാം സത്യസന്ധമായി ഇരിക്കണം എന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു മനസ്സ്, ശുദ്ധമായ മനസ്സ്, നിർമ്മലമായ അത് അത്രമാത്രം നൈഷ്കരമെന്ന് പറയാം, നിഷ്കളങ്കമായ രീതിയിൽ നമ്മൾ ചെയ്യാമോ, പരമപദം പ്രാപിക്കാം. അവിടെ യാതൊരു അഴുക്കുമില്ല. നമ്മൾ ചെയ്ത കർമ്മത്തിന് പരിശുദ്ധതയാ. അതിൽ പരമന് എന്താ ഉള്ളത്? അത് ആനന്ദമല്ലേ? അതിൽ കൂടി ആനന്ദം എന്താ ഉള്ളത്? അതേസമയം നമ്മൾ എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു സൂര്യമോന പോലെ എന്തെങ്കിലും മനസ്സിൽ നിന്നൊരു അശുദ്ധി അതിലോട്ട് കയറ്റി വച്ചാൽ, ഇത് ഇങ്ങനെയാ, ഇത് ശരിയല്ല, അവർക്കിങ്ങനെ ചെയ്യണ്ട എന്നുള്ള മനസ്സ് വന്നാൽ തീർന്ന്. അത് ശുദ്ധതയല്ല. നിഷ്കളങ്കമായ ഹൃദയത്തോട് യാതൊരു കാപട്യമില്ലാതെ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ, അതിന് നേരായ രീതിയിൽ കിട്ടുന്ന വരുമാനം എടുക്കാം. യാതൊരു ആരെയും കബളിപ്പിക്കാതെയും വഞ്ചിക്കാതെയും ചതിക്കാതെയും ചെയ്യുന്ന ഏത് കർമ്മവും പരിശുദ്ധമാണ്. അത് സംസിദ്ധിയെ, അത് പരമത്തെ പ്രാപിക്കാം. അത് സ്വകർമ്മ നിഷ്ഠ എപ്രകാരമാണ് സിദ്ധിയെ പ്രാപിക്കുക എന്നതെന്ന് പറയാൻ കേട്ടുകൊള്ളുക. അത് നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം മക്കളെ. നമുക്ക് ഇത്രയും മതി ഇന്ന്. അത് നമുക്ക് അടുത്ത പ്രാവശ്യം ഇത് ചേർത്ത് വായിക്കാൻ നമുക്ക് മനസ്സിലാവും. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി. നമ്മൾ എന്ത് പഠിക്കണം? നമ്മൾ എന്തോ ചെയ്തു കൊള്ളട്ടെ, ഏത് ജോലി ആയിക്കോട്ടെ, ദോഷകർമ്മമാണ്. അപ്പോൾ എല്ലാവർക്കും അവളൊരു പാപകർമ്മമാണ് ചെയ്യുന്നത്, പക്ഷെ അതിനെ നമുക്ക് പുണ്യമാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഇറച്ചി വെട്ടുകാരൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലയോ,
നമുക്ക് എല്ലാവർക്കും അയ്യോ അവളങ്ങ് ഇറച്ചു വിട്ടു, പക്ഷേ നമ്മളത് പുണ്യമാക്കിയാലേ നമ്മളതൊക്കെ ദോഷമാണ്. നമ്മൾ ഏത് കർമ്മം അങ്ങനെയാണ്, നമ്മളതിനെ പുണ്യമാക്കണം. അതല്ല എനിക്ക് തിന്നാം, എനിക്ക് അതാണ്, എനിക്ക് ഇതുകൊണ്ട് നേടാം ഫലം ആഗ്രഹിച്ച് ചെയ്യുവാണെങ്കിൽ എന്ത് വരും, ആ കർമ്മം കൊള്ളില്ല. അതൊന്നല്ല ഏത് കർമ്മമായാലും. അപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഭഗവാനെ സമർപ്പിച്ച് ചെയ്യാമോ, അത് അത്രമാത്രം ശുദ്ധമായിരിക്കും എന്ന് എനിക്ക് പറയാൻ പറ്റൂ. അത് നന്മയാണ്, അത് പൂജയാണ്, ഭഗവാൻ കൊടുക്കുന്ന സൽക്കർമ്മമാണ് പൂജ. സൽക്കർമ്മം വെച്ചാൽ മനസ്സ് ശുദ്ധിയോടുകൂടിയും എല്ലാം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ശുദ്ധിയാണോ അത് സംസിദ്ധിയെ തന്നെ പ്രാപിക്കാം. അതാണ് ഭഗവാൻ ഇഷ്ടം. നമ്മളെ കർമ്മത്തിനെല്ലാം അത്രമാത്രം ശക്തിയുണ്ട്, ശുദ്ധമായ കർമ്മത്തിന്. അതിൽ പരം വേറെ ഒന്നും ഈ ലോകത്ത് നേടാനില്ല. അത്രമാത്രം ശുദ്ധമായ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം, ശുദ്ധമായ ആനന്ദം, അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ എല്ലാം കൂടെ തികഞ്ഞു. അപ്പോൾ ഈശ്വരനോട് ഭക്തി സ്നേഹം ഉണ്ടെങ്കിലേ അത് വരത്തുള്ളൂ. അപ്പോൾ ഇതെല്ലാം അതിൽ അടങ്ങുന്നു. ഈ ഒരു ശുദ്ധകർമ്മം ചെയ്യണമെങ്കിൽ ഭഗവാനുടെ ഭക്തിയും സ്നേഹവും ഒക്കെ ഉള്ളൊരു വ്യക്തിക്ക് മാത്രമേ ഈ ശുദ്ധകർമ്മം ചെയ്യാനും പറ്റൂ. അപ്പോൾ അതെന്താ എല്ലാം കൂടെ ഒത്തിണങ്ങി വരും. അവർക്കുള്ള കർമ്മം പിന്നെ എങ്ങനെ ദോഷമാവും, അവർക്ക് പരമപദം പ്രാപിച്ചൂടെ. നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.